ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ടെന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം ഇതാ അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുവിൻ. ഈശോ എന്നും നിങ്ങളിൽ ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കുകയും ചെയ്യുവിൻ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന സമയമാണ്. എല്ലാ മാതാപിതാക്കളുടെയും പ്രതിനിധിയായിട്ട് 2 പേര് പ്രാർത്ഥന ചൊല്ലി കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ബാക്കി മാതാപിതാക്കളും ആ പ്രാർത്ഥനയോടൊപ്പം നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. ഈശോനാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതം അങ്ങേ പക്കൽ ഇവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവർത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാൻ ചുമതലാബോധം ഇവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയിത്തീരുവാൻ ഇവരെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം തുറന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയിൽ നിന്നും തെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവർ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങേ ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഇനി നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി ഈശോയെ സ്വീകരിക്കാനുള്ള കുഞ്ഞുങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ ഈ ദിവസം നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഈശോ തരും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈശോയുടെ ബലിയോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ എല്ലാം വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഭക്തിയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ തമ്പുരാൻ്റെ ബലി നമുക്കർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാൻ നവമൊരു പീഠമൊരുക്കിടാൻ ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാൻ. നന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ
സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മാതതാൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം നീയാകുന്നു. നിന്റെ ശരീര രക്തങ്ങൾ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ ശരീര രക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നതിനായി ഇവിടെ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെയും ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലെനിക്കു തെല്ലും ദൈവമാണിൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനെൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനെൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ കനിവീഴും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവ്വവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ
മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരീക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവലനം സർവേശ, പരിപാവലനം ബലവാനേ, പരിപാവലനം ആമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഈ വശത്തും അമ്മമാർക്ക് ഇപ്പുറത്ത് തന്നെ നിൽക്കാട്ടോ, കാരണം പള്ളിയിൽ നിറയെ ആളുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇപ്പുറത്തെ പോലെ തന്നെ അമ്മമാർ നടക്കും, അപ്പന്മാർ അങ്ങേ വശത്ത് നിൽക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്കുപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഗ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഗുരു മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. പുതിയ ഉടമ്പടി. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ വരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവീൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റു ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണോ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തിരുവചനം കാതുകളിൽ മുഴങ്ങും നിമിഷമിതാ, തിരുവചനം മനസ്സുകളിൽ തെളിയും സമയമിതാ. തിരുവചനം കാതുകളിൽ മുഴങ്ങും നിമിഷമിതാ, തിരുവചനം മനസ്സുകളിൽ
തെളിയും സമയമിതാ. ആദിയിലുയർന്ന വചനമിതാ, ആത്മീയ ജീവന്റെ വചനമിതാ. ആലംബമേകുന്ന വചനമിതാ, ആനന്ദമേകുന്ന വചനമിതാ. ആദിയിലുയർന്ന വചനമിതാ, ആത്മീയ ജീവന്റെ വചനമിതാ. ആനന്ദമേകുന്ന വചനമിതാ, ആനന്ദമേകുന്ന വചനമിതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 6-ാം അധ്യായം 47 മുതലുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചുവെങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കിരിക്കാം. ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ വികാരിയച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈശോയെ ആദ്യമായി സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശംസകളും ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങൾക്ക് ആശംസിക്കുകയാണ്. ഏറെ നാളത്തെ ഒരുക്കത്തിനും ക്ലാസ്സുകൾക്കും ശേഷമാണ് കൊറോണ എന്ന ഈ സാഹചര്യത്തിൽ പോലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മാത്രമായി ഈ ഒരു ചടങ്ങ് നമ്മൾ നടത്തുന്നത്. അല്ലെങ്കിൽ പള്ളി നിറഞ്ഞ് കുറേ കൂടെയൊക്കെ നിങ്ങളുടെ ബന്ധുക്കാരെയും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സംഘടിപ്പിച്ച് നമ്മൾ നടത്തേണ്ട ചടങ്ങാണ്. എന്തു തന്നെ ആയാലും ഇങ്ങനൊരു അവസരത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ദൈവം അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഞാൻ പറഞ്ഞു, ഏറെ നാളത്തെ ആഗ്രഹത്തിനും കാത്തിരിപ്പിനും ശേഷമാണ് നമ്മൾ ഇന്നത്തെ ദിവസം അണിഞ്ഞൊരുങ്ങി സുന്ദരനും സുന്ദരിയുമായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ ചെറുപ്പനാളുകളിൽ അല്ലെങ്കിൽ പള്ളിയിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിനായിട്ട് ചെറിയ കൊച്ചുങ്ങളുമായിട്ട് അമ്മമാർ വിശുദ്ധ കുർബാനയ്ക്ക് സ്വീകരിക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങളും ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവാം. അമ്മയുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ അപ്പൻ്റെ മുഖത്തേക്ക് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, ഈ അപ്പം ഞങ്ങൾക്കും തരുമോ, അങ്ങനെയൊക്കെ വളരെ ആഗ്രഹത്തോടെ ഇതെന്ന് എനിക്ക് കിട്ടും അങ്ങ് കാത്തിരുന്നൊരു ദിവസമാണ്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ദേവാലയമാവുന്ന ഹൃദയത്തിലേക്ക് ഈശോ കടന്നു വരുന്ന ദിവസമാണ്. യേശു നിങ്ങളെ സ്വന്തമാക്കുന്ന ദിവസമാണ്. വിശുദ്ധ ഡൊമിനിക് സാവിയോ തൻ്റെ ആദ്യ കുർബാന സ്വീകരണ ദിവസം
തലേ ദിവസം അമ്മയോട് ചോദിച്ചു, ഞാൻ നാളെ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ എന്നിൽ എന്ത് മാറ്റമാണ് അമ്മ പ്രതീക്ഷിക്കുന്നത്? അമ്മ പറഞ്ഞു, ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ ആദ്യമായി കടന്നു വരുന്ന ദിവസം മുതൽ ഇനി നീ ക്രിസ്തുവായി ജീവിക്കുന്നത് കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ആശംസ മറ്റൊരു ക്രിസ്തുവായി, ക്രിസ്തു നിങ്ങളിൽ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ നടക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ രീതിയിൽ ഇനി നിങ്ങൾ ജീവിക്കണം. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ദിവസങ്ങളാണ്. ഇത്രയും നാളും കുടുംബ പ്രാർത്ഥനയിൽ ഉറങ്ങിക്കൊണ്ടും അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടും സംബന്ധിക്കാതെയും ഇരുന്നെങ്കിൽ ഇനി നിങ്ങൾ കുടുംബ പ്രാർത്ഥനയെ സംബന്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കൊറോണ സാഹചര്യമൊക്കെ ആണ് എങ്കിൽ തന്നെയും പറ്റുന്ന അവസരങ്ങളിലൊക്കെയും ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കായി സംബന്ധിച്ച് ഞായറാഴ്ച ദിവ്യബലി ഒരിക്കലും മുടക്കാതെ അങ്ങനെ കൂദാശകളെ സ്വീകരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു താല്പര്യം ഞങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു അവസരം കൂടിയാണ് ഇന്നു മുതൽ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നിങ്ങളും കാണിക്കണം, ഞങ്ങളത് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളാണ് ഇവരുടെ ആദ്യത്തെ മാതൃക. എൻ്റെ അപ്പൻ അമ്മയും ഇവിടെ വികാരിച്ചൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ദേവാലയത്തിൽ നിത്യവും വിശുദ്ധ ബലിക്ക് വരുന്ന വലിയൊരു നമ്പറുള്ള ഒരു ദേവാലയമാണിത്. ഒത്തിരി പേര് രാവിലെ കുർബാനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടവകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. എങ്കിൽ തന്നെയും എൻ്റെ അപ്പനും അമ്മയും ദിവ്യബലി പങ്കെടുക്കുന്നവരാണ്, ഞായറാഴ്ച കുർബാന ഒരിക്കലും മുടക്കാത്തവരാണ്, വിശുദ്ധ കുമ്പസാരവും മറ്റ് ആത്മീയ കാര്യങ്ങളും ഒക്കെ താല്പര്യമുള്ളവരാണ്. അങ്ങനെയൊക്കെ പറയുന്ന മാതാപിതാക്കൾക്ക് ഒരു കുഴപ്പവും വരികയില്ല. കാരണം അവരുടെ മക്കളെ ഞങ്ങൾക്കും ഉപദേശിക്കാം, എൻ്റെ അപ്പനും അമ്മയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്, പിന്നെ നീ എന്തിന് കുമ്പസകരിക്കാതെ നടക്കുന്നു, വിശുദ്ധ കുർബാന ആദ്യ അവസാനം പങ്കെടുക്കാതെ പള്ളിയിൽ മാറി നിൽക്കുമ്പോൾ നമുക്ക് അവരെ ഉപദേശിക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ ഇതൊക്കെ ചെയ്യുന്നവരാണ്. നിങ്ങളിതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ അപ്പനും അമ്മയും ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് മാതൃക നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഈ കുട്ടികളുടെ ജീവിതത്തിലെ ആദ്യ മാതൃക നിങ്ങൾ ഓരോരുത്തരുമാണ്. അങ്ങനെ നല്ല മാതൃക കാണിച്ചുകൊണ്ട് ഈ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ സന്തോഷവും സംതൃപ്തിയും സമാധാനവും നിങ്ങളുടെ കുടുംബങ്ങളിലുമുള്ള ഒരു അന്തരീക്ഷവും നിങ്ങൾ തയ്യാറാക്കി കൊടുക്കണം. ദിവ്യകാരുണ്യത്തിന് മാർപ്പാപ്പ എന്ന് പറയുന്ന വിശുദ്ധ 10-ാം പീസ് മാർപ്പാപ്പ ആദ്യമായി മാർപ്പാപ്പ ആയതിനു ശേഷം ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ഇൻ്റർവ്യൂവിന് പിതാവിനോട് ചോദിക്കുകയാണ്, പിതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം ഏതാണ്? മാധ്യമപ്രവർത്തകൻ വിചാരിച്ചു മാർപ്പാപ്പയായില്ലേ അതിൻ്റെ ദിവസമായിരിക്കാം പറയാവുന്നത്, അല്ലെങ്കിൽ ബിഷപ്പായതിൻ്റെ ദിവസമായിരിക്കാം, കാർഡിനലായ ദിവസമായിരിക്കും പറയുന്നതെന്ന് കരുതി. പക്ഷേ മാർപ്പാപ്പ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ദിവസമാണ് എൻ്റെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. നിങ്ങളുടെ ജീവിതത്തിലും ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇതായിരിക്കണം, ആദ്യമായി ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദിവസം. ഞങ്ങൾ ഓരോരുത്തരെയും ദിവസം നിങ്ങൾ എന്നിങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ ഞങ്ങൾ ആദ്യത്തെ വിശുദ്ധ കുർബാന സ്വീകരണ ദിവസം ഓർക്കുകയാണ്. ഇങ്ങനെ തന്നെ നല്ല അലങ്കരിച്ച് വന്ന ദിവസം, വെള്ള വസ്ത്രം അണിഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കാമെന്നുള്ളൊരു വാഗ്ദാനം നൽകുകയാണ്. ഇനി ഞങ്ങൾ വിശുദ്ധരായി ജീവിക്കാൻ പരിശ്രമിക്കുമെന്നൊരു വാഗ്ദാനം നൽകുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഞങ്ങൾക്ക് തരാനുള്ള ആശംസയും ഇത് തന്നെയാണ്. ജീവനുള്ള സത്യദൈവമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ഒരപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരുരക്തങ്ങളായി മാറുന്ന അവസരമാണ് ഓരോ ദിവ്യബലിയും. ബാഹ്യമായ ഒരു മാറ്റവുമില്ല, അപ്പവും വീഞ്ഞും തന്നെയാണ്. പക്ഷേ വിശ്വാസത്തിൻ്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് അത് യേശുവിൻ്റെ ശരീര രക്തങ്ങളാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകാം, സന്തോഷമുണ്ടാകാം, മറ്റ് പല സന്തോഷങ്ങളും നമുക്കെല്ലാ വേദനകളെയും മാറ്റി നിർത്തുന്ന ഒരു ആത്മീയ ആനന്ദം നമ്മൾ അനുഭവിക്കുന്ന ഒരവസരമായി മാറും. ആ ഒരു ആനന്ദം നിങ്ങൾക്ക് നൽകുന്നു. ഈ വിശുദ്ധ ബലിയിലും തുടർന്നുള്ള ദിവ്യബലികളിലും നിങ്ങളെ തമ്പുരാൻ കൂടെ നടക്കട്ടെ. തമ്പുരാൻ്റെ കൂടെ നടക്കുവാൻ നിങ്ങളും പരിശ്രമിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, അങ്ങയുടെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷകനായ മിശിഹായെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്ന ഇവർ അങ്ങയെപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മിശിഹായെ, കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും അങ്ങയുടെ ശരീരരക്തങ്ങൾ യോഗ്യപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണുമെന്ന് അരുളിച്ചെയ്ത മിശിഹായെ, ഹൃദയപരിശുദ്ധി പാലിച്ചുകൊണ്ട് അങ്ങിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അരുളിച്ചെയ്ത മിശിഹായെ, അങ്ങയുടെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്ന ഞങ്ങൾക്ക് വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും അങ്ങയുടെ മുഖം ദർശിക്കുവാനുള്ള പ്രകാശം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ അപ്പമായ മിശിഹായെ, അങ്ങിലുള്ള വിശ്വാസത്തിൽ ഇവരെ വളർത്തുവാൻ വേണ്ട ഇവരുടെ മാതാപിതാക്കളെയും ഇവരെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും അങ്ങേ സ്വീകരിക്കുവാൻ ഇവരെ ഒരുക്കിയ അധ്യാപകരെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ വിജയത്തിനായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ജനത്തെ നയിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും കർദിനാൾ ജോർജ് മെത്രാപ്പോലിത്തയെയും മാർ ആന്റണി മെത്രാപ്പോലിത്തയെയും അവരുടെ സഹശുശ്രൂഷികളെയും മറ്റ് പിതാക്കന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവന്റെ അപ്പമായി ലോകത്തിലേക്ക് വന്ന മിശിഹായെ, അങ്ങയുടെ പക്കൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ ദാനങ്ങളാൽ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവർക്ക് അവരുടെ ജീവിതയാത്രയിൽ അങ്ങെന്നും തുണയായിരിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാൽ അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഹൃദയതാലത്തിൽ കാഴ്ചയെ കാണായി വരും നിദാ ഞങ്ങൾ സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ ഉയരുമീ പീലാസയിൽ ഏഴയാമിൻ ആത്മവിധകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥാ, സർവവും കാഴ്ചയായേകാം. സ്വീകരിക്കണമേ നാഥാ, സർവവും കാഴ്ചയായേകാം. താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയേയും
മറിയൗസേപ്പിനെയും സാദരമോർത്തിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലിന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മർത്തോമായും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയകഥങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുള്ള ആകജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൻ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിനുള്ള സദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ
നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവസന്നിധിയിൽ കണ്ണുകളുയർത്തിയിടുവിൻ, സ്വർഗചിന്തകളാൽ മനസ്സുകൾ നിറച്ചിടുവിൻ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ, അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ, ഹൃദയവേദികൾ തുറന്നങ്ങി വിളിക്കുന്നു ഞങ്ങൾ, ദിവ്യസന്നിധിയിൽ ചിന്തകളുയർത്തുന്നു. ലോകനായകനാം ഈശനു ബലിയണയ്ക്കുന്നു, ജീവിതം പരമനാഥനു കാഴ്ചവയ്ക്കുന്നു. സത്യമായതു മനുഷ്യനു കടമയല്ലോ, ഭക്തിയോടുചിതമായ ചെയ്തിടേണം. സത്യമായതു മനുഷ്യനു കടമയല്ലോ, ഭക്തിയോടുചിതമായ ചെയ്തിടേണം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
ഓശാന ഓശാന ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഓശാന ഈശനു സദതം. ഓശാന ഓശാന ഓശാന. കർത്താവിൻ്റെ പരിശുദ്ധമായ ശരീരരക്തങ്ങളായി രൂപപ്പെടുവാൻ ഈ ബലിപീഠത്തിന്മേൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി ഇന്നാദ്യമായി ഈശോയെ സ്വീകരിക്കുവാൻ ഒരുങ്ങി താല്പര്യത്തോടും ആഗ്രഹത്തോടും കൂടെ കാത്തിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. അവരെ ഇതുവരെ കൈപിടിച്ച് നടത്തി വളർത്തിയ മാതാപിതാക്കളെ സമർപ്പിക്കാം. ഇന്ന് ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേരാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ച് കാത്തിരുന്നിട്ട് അതിന് സാധിക്കാതെ ഭവനങ്ങളിലിരുന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈ ബലിയോട് ചേർത്ത് വയ്ക്കാം. അപ്പവും വീഞ്ഞും ഈശോയുടെ പരിശുദ്ധമായ ശരീരരക്തങ്ങളായി രൂപപ്പെടുന്ന സമയം ഈ ബലിവസ്തുക്കളോടൊപ്പം സമർപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളും വ്യക്തികളും മുഴുവൻ ഈശോയ്ക്ക് പ്രിയമുള്ളതും അവിടത്തേക്ക് സ്വന്തവുമായി തീരാനിടയാകണമേ എന്ന പ്രാർത്ഥനയോടെ തമ്പുരാൻ്റെ വചനങ്ങളെ നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങളാചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും
ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കും സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവ്വസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലമാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ കർദിനാൾ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും അതിരൂപതാധ്യക്ഷന്മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥിനികൾ എന്നിവർക്കും വേണ്ടി കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങേ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളവരും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും, കൊറോണ രോഗഭീതിയിൽ കഴിയുന്നവർക്കും രോഗബാധിതരായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവർക്ക് ശുശ്രൂഷ നൽകുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും അവയുടെ നിർമ്മാർജ്ജനത്തിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സംവിധാനങ്ങൾക്കും ഈ ദിവസം ആദ്യമായി ഈശോയെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ കുഞ്ഞുമക്കൾക്കും അയോഗ്യനായ എനിക്കും വേണ്ടി കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനീയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായി ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതികീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ആമേൻ.
കാരുണ്യത്തിനൊത്ത വിധമെന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥാ, ആരാധന 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 നാഥാ, ആരാധന. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിന്റെ ജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഈശോ നമ്മെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ വരുവൻ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടുകൂടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. യേശുനാഥാ, പാവ സ്നേഹനാഥാ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. പാവ യേശുനാഥാ, പാവ യേശുനാഥാ, പാവ സ്നേഹനാഥാ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. പാവ യേശുനാഥാ. നീൻ താണനാഥൻ, നീൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമെൻ ജീവനും സ്നേഹവുമേ. വാവ യേശുനാഥാ, വാവ യേശുനാഥാ, വാവ സ്നേഹനാഥാ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവ യേശുനാഥാ. പാരിലില്ലിതു വാനിലില്ലിതു നീയൊഴിഞ്ഞുള്ളു ആനന്ദം ചിന്തിച്ചിടാ. വാവ യേശുനാഥാ,
യേശുനാഥ. പൂക്കൾക്കില്ല പ്രഭ, തേൻ മധുരമല്ല, നീ വരുമ്പോഴൻ ആനന്ദം മന്യമല്ല. വാവ യേശുനാഥ, വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, ആയിൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവ യേശുനാഥ. ഇനി നമ്മൾ സ്ഥൈര്യലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്ന സമയമാണ്. കുട്ടികൾ ചോദ്യത്തിന് ഉത്തരം പറയുക. എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്ന സമയമാണ്. പരിശുദ്ധാത്മാവിനാലാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശയിൽ നിങ്ങൾ സ്ഥിരീകരിക്കപ്പെടുകയും ശക്തിപ്പെടുത്തപ്പെടുകയും ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് പരിശുദ്ധാത്മാവിനോടുള്ള ഗാനം ആലപിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും മുട്ടുകുത്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് പ്രാർത്ഥനയോടെ മുട്ടുകുത്തി നിൽക്കുക. ദൈവാരൂപി സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമായി യേശുവേഗ വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാൻ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവര പൂർണ്ണതയാൽ കാർമികൻ ഈ ദാസരെ മുദ്രിതരാക്കാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തി അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ലീഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവയ്പ് വഴി പരിശുദ്ധാത്മാവിൻ്റെ ദാനം ഇന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ദിവ്യദാനം അങ്ങയുടെ ദാസർക്ക് നൽകുന്നതിന് എളിയവരായ എന്നെയും യോഗ്യനാക്കേണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മാമോദീസായിലൂടെ പുതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ,
വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസരെ മുദ്രിതരാക്കണമേ. ആബാ പിതാവേ എന്നങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ ഈ ദാസർക്ക് നൽകണമേ. കൈവയ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളികളും സഭയുടെ വിശ്വസ്തദാസരുമായി ജീവിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായി ജീവിതം നയിക്കുവാൻ ഈ ദാസർക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധാത്മാവേ നീയേഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ. ഏഴുവാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീയേഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ. ഏഴുവാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീയേഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ.
പരിശുദ്ധാത്മാവേ നീഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. കർത്താവായ ദൈവമേ, ഈ ദാസർ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരപൂർണതയും ഇവർ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസരെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവർക്ക് ഇടയാവുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുതിർക്കവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോയുടെ തിരുരക്തത്താൽ ഈ കുഞ്ഞുങ്ങളെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ വാഗ്ദാനം ഈ ദാസരിൽ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മക്കളെ മിശിഹായുടെ കൂട്ടവകാശികളും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സമ്പന്നരുമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസർ സത്യത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും മാറിയ ഔസേപ്പിൻ്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക മധ്യസ്ഥനായ മാർത്തോമാ സ്ലീഹായുടെയും പ്രാർത്ഥനകൾ ഈ മക്കളെ സഹായിക്കുമാറാകട്ടെ. അവരുടെ നാമത്തിന് കാരണഭൂതരായ എല്ലാ വിശുദ്ധരുടെയും ജീവിത മാതൃക ഇവർക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവമേ, ഞങ്ങളീ പൂജയാലേ നിൻ ദിവ്യനാമം കീർത്തിച്ചു. വരവും പ്രകാശവും ജീവനും കനിവാർന്നു ഞങ്ങൾക്കു നൽകണേ. ദൈവത്തിൻ ജനമേ, ഈ പൂജയെന്നും നമ്മിൽ പ്രസാദം ചൊരിഞ്ഞിടട്ടെ. നാം ഇന്നിറങ്ങുന്ന വീതിയിൽ വിജയം തെളിഞ്ഞു വിരിഞ്ഞിടട്ടെ. താതനും പുത്രനും ദൈവാത്മാവും സന്തതം നമ്മിൽ വസിച്ചിടട്ടെ. സ്വർഗീയദാനം പൊഴിഞ്ഞിടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കടമേ സ്വസ്തി. അങ്ങനെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ.
ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ എന്ന് നടന്നുകൂടാം. കുഞ്ഞുങ്ങളെല്ലാവരും ഉപകാരസ്മരണ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നു. ക്രിസ്തുവിൻ്റെ അനുയായികളായ നമുക്ക് ക്രിസ്തുവിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടേതല്ലാതെ ക്രിസ്തുവിന് ലോകത്തിൽ മറ്റ് ശരീരമില്ല. ഉറക്കച്ചെല്ല് കേൾക്കണില്ല. ക്രിസ്തുവിൻ്റെ അനുയായികളായ നമുക്ക് ക്രിസ്തുവിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടേതല്ലാതെ ക്രിസ്തുവിന് ലോകത്തിൽ മറ്റ് ശരീരമില്ല. സ്നേഹപൂർവ്വം മറ്റുള്ളവരെ പരിചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കരങ്ങളില്ല. നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കാലുകളില്ല. കരുണപൂർവ്വം ജനങ്ങളെ കടാക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളില്ല. ആശ്വാസവചനങ്ങൾ ഉച്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് നാവുകളില്ല. സ്നേഹസക്തനായ ലോകത്തെ സ്നേഹിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് ഹൃദയമില്ല. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദുവായ മിശിഹായെ ഞങ്ങളെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണത്തെ കരുണപൂർവ്വം സ്വീകരിക്കണമേ. ലോകത്തിൻ്റെ ദീപവും ഭൂമിയുടെ ഉപ്പുമായി ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന വിശുദ്ധ പൗലോസിനോടൊപ്പം ഞങ്ങൾ ഏറ്റു പറയുന്നു. ദിവ്യനാഥ, ഞങ്ങൾ അങ്ങയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. ആമേൻ. ജപമാലയും വെന്തികയും ആശീർവദിക്കുന്ന സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ, അങ്ങയുടെ രക്ഷാകര രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുവാനും അങ്ങയുടെ അമ്മയുടെ മധ്യസ്ഥം തേടുവാനുമായി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ ജപമാലകളെ അങ്ങ് ആശീർവദിക്കണമേ. ഇതുപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും പരിശുദ്ധ അമ്മ വഴി അങ്ങയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ഇടയാകട്ടെ. ശിശു സഹജമായ നിഷ്കളങ്കതയോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കുവാനും ആ അമ്മയിൽ വിളങ്ങിയിരുന്ന സുഹൃതങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ഇത് ഞങ്ങൾക്ക് സഹായകമാകട്ടെ. ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സൂക്ഷിക്കുകയും എല്ലാ അപകടങ്ങളിലും തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും മനുഷ്യനായി പിറന്ന മിശിഹായെ, കാൽവരിയിലെ യാഗവേദിയിൽ വെച്ച് അങ്ങയുടെ മാതാവിനെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ധരിക്കുന്ന ഈ ഉത്തരീയം അങ്ങ് ആശീർവദിക്കണമേ. ഇത് ധരിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ സഹായവും സംരക്ഷണവും ലഭിക്കുവാനിടയാക്കണമേ. നന്മയിൽ ഉറച്ചു നിൽക്കുവാനും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനും ഈ ഉത്തരീയം അവർക്ക് പ്രചോദനമരുളട്ടെ. ദൈവത്തിൻ്റെ തിരുമനസ് പൂർണ്ണമായി നിറവേറ്റിയ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ അങ്ങയുടെ തിരുഹിതം നിറവേറ്റി ജീവിക്കുവാനും അവസാനം അമ്മയോടൊപ്പം സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാനും ഈ ഉത്തരീയം ധരിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓരോരുത്തരായിട്ട് വന്ന് ഉത്തരീയവും ജപമാലയും സർട്ടിഫിക്കറ്റും സ്വീകരിക്കുന്നു.
ഇനി എല്ലാവരും നിങ്ങളുടെ കസേരയിൽ നിന്ന് ഈ വശത്തുള്ളവർ വലത്തുവശത്തേക്കും ഈ വശത്തുള്ളവർ ഇടതുവശത്തേക്കും കടന്നിട്ട് മുട്ടുകുത്തി നിൽക്കുക. മാതാവിന് നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മാതാവിനോടുള്ള പ്രതിഷ്ഠാജപമാണ് ഞാൻ ചൊല്ലിത്തരാം. നിങ്ങൾ ഉറക്കെ ഏറ്റു ചൊല്ലുക. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രമമായിട്ട് ഓരോരുത്തർ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞതുപോലെ മാതാവിനെ വണങ്ങി മാതാവിൻ്റെ മുമ്പിൽ പൂവ് സമർപ്പിച്ചിട്ട് തിരികെ നിങ്ങളുടെ സ്ഥലത്തേക്ക് പോയി നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്കിപ്പം മാതാവിനുള്ള പ്രതിഷ്ഠാജപം ചൊല്ലാം. എല്ലാവരും ഉറക്കെ ഏറ്റു ചൊല്ലുക. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ നാഥേ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും ഭാഗ്യപ്പെട്ട സംരക്ഷണത്തിനും അങ്ങേ കാരുണ്യമുള്ള ഹൃദയത്തിനുമായി എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എൻ്റെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധ മാധ്യസ്ഥവും യോഗ്യതകളും മൂലം എൻ്റെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും അങ്ങേക്ക് കാഴ്ചവയ്ക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രൻ്റെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എൻ്റെ പ്രത്യാശകളും ആശ്വാസങ്ങളും എൻ്റെ പരീക്ഷകളും ദുരിതങ്ങളും എൻ്റെ സ്നേഹവും താൽപ്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. ഇനി എഴുന്നേറ്റ് ഓരോരുത്തരായിട്ട് വന്ന് മാതാവിൻ്റെ മുമ്പിൽ വണങ്ങി പൂ സമർപ്പിക്കുക. കന്യകാമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കന്യകാമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. കന്യകാമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകാമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകാമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകാമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകാമേരിയമ്മേ. സ്വർഗമൊരുക്കിയ സ്വർണ്ണാലയമേ, സൃഷ്ടാവിന്നാലയമേ, പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ടു പാടിയ പുണ്യതായേ. സ്വർഗ്ഗമൊരുക്കിയ സ്വർഗ്ഗാലയമേ, സൃഷ്ടാവിന്നാലയമേ, പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ടു പാടിയ പുണ്യതായേ. ആവേ
ആവേ ആവേ മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ കോവണി നീ. കർത്താവിൻ ദാസി ഞാൻ ഇന്നൊരു വാക്യനാൽ രക്ഷതൻ അമ്മയും നീ. സ്വർഗ്ഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ കോവണി നീ. കർത്താവിൻ ദാസിനാൽ ഇന്നൊരു വാക്കിനാൽ രക്ഷകൻ അമ്മയും നീ. ആവേ മരിയ ആവേ മരിയ കന്യകാമേരിയമ്മേ. ആവേ മരിയ ആവേ മരിയ കന്യകാമേരിയമ്മേ. ഇത് കർത്താവ് നൽകിയ ദിവസമാണ്. നമുക്കിന്ന് സന്തോഷിച്ചുല്ലസിക്കാം. സങ്കീർത്തകൻ്റെ ഈ വചനങ്ങളാണ് എൻ്റെ ഹൃദയത്തിലും ഇപ്പോൾ നിറയുന്നത്. അതെ, ഏറ്റവും സുന്ദരമായ ദിനം, സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ഏറ്റവും ചെറുതായി തിരുവോസ്തിയുടെ രൂപത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു. കുംഭസാരം എന്ന കൂദാശയിലൂടെ ഞങ്ങളുടെ ആത്മാവിനെ വെണ്മയുള്ളതാക്കി. വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെയൊക്കെ സ്വന്തമാക്കി ഈശോയ്ക്ക് ആദ്യമേ തന്നെ 1000 നന്ദി. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഇന്നത്തെ ദിവസത്തെ തിരുകർമ്മ ദൈവാനുഗ്രഹപ്രദമാക്കിയ ഞങ്ങളുടെ വികാരി അച്ഛനും കൊച്ചച്ഛനും എല്ലാവരുടെയും പേരിൽ ഞാനിപ്പോൾ നന്ദി പറയുന്നു. ഈശോയ്ക്ക് പ്രിയപ്പെട്ടതാകാൻ ഈ ദിനങ്ങളെല്ലാം ഞങ്ങളെ ഒരുക്കിയ എല്ലാ സിസ്റ്റേഴ്സിനും മറ്റെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനി ഞാൻ സ്നേഹത്തോടെ നന്ദി പറയേണ്ടത് മാതാപിതാക്കളോടാണ്. പ്രിയ മാതാപിതാക്കളെ, ഈ ദിവസം മനോഹരമാക്കാൻ നിങ്ങളേറെ അധ്വാനിച്ചിട്ടുണ്ടോ? ഒന്നും നിങ്ങൾക്കായി മാറ്റിവെക്കാതെ എല്ലാം ഞങ്ങൾക്കായി മാത്രം മാറ്റിവെക്കുന്നു. നിങ്ങളുടെ ഹൃദയവിശാലതയ്ക്ക് ദൈവം പ്രതിഫലമേകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും ഒരുപാട് നന്ദി. ഈ ദിനത്തെ മനോഹരമാക്കാൻ ശ്രമിച്ച കൈക്കാരന്മാർ, വൈസ് ചെയർമാൻ, കപ്പ്യാരേട്ടൻ, അൾത്താര ശുശ്രൂഷകളായ ഞങ്ങളുടെ ചേട്ടന്മാർ, ഗായക സംഘത്തിലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഇടവകയിലെ എല്ലാവർക്കും, ഇവിടെ സന്നിധരായിരുന്നു ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച ബാക്കി എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇത് ഞങ്ങളിലേക്ക് വർഷിക്കപ്പെട്ട കൃപകൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ മരണം വരെ നിർമ്മലതയോടെ, മരണം വരെ വിശ്വസ്തയോടെ ജീവിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.